ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പട്ടാമ്പിക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ വീട്ടിൽ നല്ല പച്ചപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു നഴ്സറി ഉണ്ട് വരുന്ന വഴിക്ക്. അപ്പോൾ അവിടെ നിന്ന് കയറി. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനും വലിയ മോളും കൂടിയിട്ട് ഒരു 10 മണിയാകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലേക്കാണ് പോണത്. ചെറിയ മോളിനെ വീട്ടിലാക്കിയിരിക്കുകയാണ് കേട്ടോ ഉമ്മയുടെ അടുത്ത്. അപ്പോൾ ശനിയാഴ്ച ആയ കാരണം അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ മേലെ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞ നഴ്സറി. അപ്പോൾ 2 നഴ്സറികളുണ്ട്. അപ്പോൾ ആദ്യം ഒയാസിസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു നഴ്സറിയിലാണ് കയറിയത് കേട്ടോ. ഇവിടെ കുറച്ചധികം സ്ഥലമൊക്കെ ഉണ്ട്. ഒരുപാട് ചെടികളൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ മാവിൻ തൈകൾ, തെങ്ങിൻ തൈകൾ, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ടല്ലോ, റംബുട്ടാൻ, ചിക്കു, അങ്ങനത്തെ എല്ലാ തൈകളും ഇവിടെ ഉണ്ട് കേട്ടോ. പൂച്ചെടികളൊക്കെ കുറച്ച് കുറവാണ്. ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയ സമയത്ത് റോസൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് ഒരു 2-3 എണ്ണം റോസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടുന്ന് വാങ്ങി. അങ്ങനെ ചെടികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ അവർ പെർമിഷൻ തന്നു കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ആ ചെടികളും ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് തെങ്ങിൻ തൈകളും മാവിൻ തൈകളും അതുപോലെ തന്നെ സപ്പോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ തിരിച്ചു പോരുകയാണ്. അടുത്തത് ഞങ്ങൾ പോകുന്നത് അവിടുന്ന് കുറച്ചപ്പുറത്ത് തന്നെ ഉള്ള ഒരു നഴ്സറിയിലേക്കാണ്. ഗ്രീൻ ഐവി പ്ലാൻ ബൊട്ടീക്ക് എന്നാണ് ഈ ഒരു നഴ്സറിയുടെ പേര്. അപ്പം ഞങ്ങളുടെ നാട്ടുകാരുമാണ്, അതുപോലെ തന്നെ ഞങ്ങളെ ഫ്രണ്ട്സുമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു നഴ്സറിയാണിത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓരോരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ തന്നെ. ഓരോരോ ഐറ്റംസ് ഓരോ സെക്ഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ചെടികൾ ഇവിടെ ആദ്യമായിട്ട് കാണുന്നതുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ചെടികളും ആദ്യമായിട്ട് കാണുന്നതാണെന്ന് തന്നെ പറയാം. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. വെർട്ടിക്കൽ ഗാർഡനിങ്ങിൻ്റെ, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അങ്ങനെ പല രീതിയിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പനട പോലത്തെ പ്ലാന്റ്സ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യത്തെക്കുറിച്ചും ഇവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷനാവും ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളതിൽ. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ബോൺസായി ആണ്. ബോൺസായി കളക്ഷനും ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ. ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേക്കും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ ഞാനിവിടെ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പച്ചപ്പ് നിറയ്ക്കാൻ പറ്റിയ, ഇനിയിപ്പോൾ സ്ഥലമില്ലെങ്കിലും നമുക്ക് ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഇൻഡോറായിട്ട് വെക്കാനുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത് എല്ലാ പ്ലാന്റ്സിനെയും ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിനെയും പരിചയപ്പെട്ടു. ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൂടി ഒരു കൺഫ്യൂഷനാവും, ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റ്സും നമുക്ക് കറക്റ്റായിട്ട് പരിചയപ്പെട്ടു. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അതിന് ശേഷമാണ് നമ്മൾ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എല്ലാ പ്ലാന്റ്സും ഒന്ന് കാണുക. പ്ലാന്റ്സിനെ പറ്റി അറിയുന്നവർ പിന്നെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ ആദ്യമായിട്ട് എന്നെപ്പോലെ ആദ്യമായിട്ട് വരുന്നവർ ഇതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ സ്പൈഡർ പ്ലാന്റിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പുതിയ പ്ലാന്റ്സ് അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ ചെറിയ കവറുകളിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇവിടെ കറ്റാർ വാഴ അങ്ങനത്തെ മെഡിസിനൽ പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റ് കണ്ടോ, ഇലയുടെ മുകളിലൊരു ചെറിയൊരു കട്ടിങ് പോലെ ആയിട്ട് വളരെ വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ ആ ഒരു പ്ലാന്റ്. ഇതൊക്കെ മണി പ്ലാന്റിൻ്റെ ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ. എല്ലാ ചെടികളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അടുത്തത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാ ലീഫ്, നമ്മുടെ ബ്രയോഫിൽ ഉണ്ടല്ലോ, അതുപോലെ ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഇലകളാണ് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇലയിൽ നിന്നും നമ്മുടെ ഇലമുളച്ചിയൊക്കെ ഉണ്ടല്ലോ അതേപോലെ വരുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്, ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അത്. അതിനുശേഷം ഞങ്ങളിതാ ഇവരുടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെയും ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും അധികം വെള്ളം വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ്സൊക്കെ തീരെ നമുക്ക് കെയർ കൊടുക്കേണ്ടാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. വെള്ളമൊന്നും അധികം ഒഴിച്ചു കൊടുക്കുകയേ വേണ്ട. ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സമയമില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പ്ലാന്റ്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പ്ലാന്റ്സ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ അധികം കെയർ കൊടുക്കുകയും വേണ്ട. അപ്പോൾ ചെടികളുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പോട്ട്സും ഒരുപാടുണ്ട് കേട്ടോ. അധികം എക്സ്പെൻസീവ് ഒന്നല്ല, കുറച്ച് വിലയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പോട്ട്സൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ഓരോ പോട്ട്സ് ആക്കിയിട്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തീരെ കെയർ കൊടുക്കേണ്ടാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കാത്ത പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. കാക്ടസ് വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണിത്.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ള ചെടികളും പോട്ട്സൊക്കെ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിൽ ഉമ്മ നല്ല ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുകയാണ്. ചോറും ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പടം ഉണ്ട്, പിന്നെ കോളിഫ്ലവർ ചില്ലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻസ് അറിയിക്കുക. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.